സ്നേഹമുള്ളവരെ, നവംബർ 2-ാം തീയതി ആഗോള കത്തോലിക്കാ സഭ മരിച്ചവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. സഭാപ്രസംഗകൻ 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും, ആത്മാവ് തന്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. മണ്ണ് പൊടിയിലെ പൊടി മണ്ണിലേക്ക് വീഴുന്നത് പോലെ ആത്മാവ് അതിന്റെ ദാതാവിനെ അന്വേഷിച്ചു പോകുമെന്ന സഭാപ്രസംഗകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ ഒരു ദിവസങ്ങൾ കല്ലറകളിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ദിനങ്ങളാണ്. ഓരോ കല്ലറകളും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ നമ്മൾ ആ കല്ലറയിൽ അടയ്ക്കപ്പെടുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുങ്ങണമെന്ന ദൈവത്തിന്റെ വചനം നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഈ ഭൂമിയിലെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ആമുഖമാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ നാം എന്താണോ അതാണ് നമ്മൾ നിത്യതയിലും. ദൈവരാജ്യത്തിന്റെ സത്ത എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിന് അപ്പുറമായിട്ട് മറ്റൊരു ജീവിതമുണ്ടെന്ന നമ്മളെ വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആരും ഈ ഭൂമിക്ക് വേണ്ടി ഉള്ളവരല്ല. അതല്ലേ 73-ാം സങ്കീർത്തനം 25-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണല്ലോ: സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയെ അല്ലാതെ ആരെയാണ് ഞാൻ തിരയേണ്ടത്? ഈ നവംബർ മാസത്തിൽ ആത്മാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ പൂർവികരുടെ കല്ലറയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ടോ? നമ്മുടെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത് ഓരോ കൂടപ്പുറപ്പുകളുടെയും കല്ലറകളാണ്. നമ്മൾ ആദ്യം സന്ദർശിക്കേണ്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ അപ്പൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പന്റെ, അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ, കൂടപ്പുറപ്പുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ കൂടപ്പുറപ്പുകളുടെ കല്ലറകളിലേക്ക് നമ്മൾ സന്ദർശനം നടത്തണം. അവിടെയാണ് ആദ്യത്തെ മെഴുകുതിരി നാളം ഉയരേണ്ടത്. ആദ്യത്തെ അനുവാദം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ടതും കല്ലറകളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ചു പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? വിശുദ്ധ ബൈബിളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന്. സഹോദര, മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യൂദാസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. എന്തിനു വേണ്ടി? യുദ്ധത്തിൽ മരിച്ചവരുടെ ആത്മാവിന് നിത്യവിശ്രാമം ലഭിക്കുവാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ പണം പിരിച്ച ജെറുസലേമിലേക്ക് അയച്ചു കൊടുക്കുന്നില്ലേ? അത് പുനരുദ്ധാനത്തിൽ, ഉയർപ്പിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സഭ നമ്മളോട് നിരന്തരമായിട്ട് പറയുന്നു, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ ബലികൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരിച്ചവർക്ക് ഒരിക്കലും അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പരിത്യാഗങ്ങളാണ്, നമ്മുടെ നോമ്പുകളാണ്, നമ്മുടെ ദാനധർമ്മങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകുന്നത്. കല്ലറകൾ നമ്മുടെ മാടി വിളിക്കുകയാണ്, എന്റെ മകനെ, എന്റെ മകളെ, സഹോദര, സഹോദരി, എനിക്ക് വേണ്ടി നീയൊന്ന് പ്രാർത്ഥിക്കുമോ? എനിക്ക് വേണ്ടി നീയൊന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമോ എന്ന് ഓരോ കല്ലറയും നമ്മളെ മാടി വിളിക്കുമ്പോൾ ഈ നവംബർ മാസത്തിൽ കല്ലറകൾ നമുക്ക് സന്ദർശിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഉണ്ടോ? ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് എന്താണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്? നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് ദൈവം പരിശുദ്ധനാണെന്നും അതിപരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ അശുദ്ധമായത് ഒന്നും നിലനിൽക്കില്ല എന്ന ദൈവത്തിന്റെ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉൽപാദന്റെ പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിക്കുന്നത്? കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയോ
കൗടില്യമോ പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കില്ല. ദൈവം കാരണം ദൈവം പരിശുദ്ധനാണ്. അപ്പോൾ ഈ ഭൂമിയിൽ മരണസമയത്ത് ദൈവത്തെ ഓർക്കുന്നവന്റെ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ, പരിത്യാഗങ്ങൾ അവരുടെ ആത്മാവിന് നിത്യവിശ്രാമം നൽകുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവസാനത്തെ ചില്ലിക്കാശ് കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അതേ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ പരിത്യാഗങ്ങൾ, പ്രാർത്ഥനകൾ അവർക്ക് ആവശ്യമാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും നമ്മുടെ പ്രവർത്തികൾക്കനുസരിച്ച് വിധിക്കപ്പെടും. സഭാപ്രസംഗകൻ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ നല്ലതോ ചീത്തയോ ആയ ഏതും നിഗൂഢ പ്രവർത്തികളും ദൈവം നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന സഭാപ്രസംഗകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നില്ലേ? അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യം, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തികൾക്കനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം നൽകും. ദൈവത്തിന്റെ വിധിയും മനുഷ്യന്റെ സ്വാതന്ത്ര്യവും കണ്ടുമുട്ടുന്ന ഇടമാണ് മരണം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും നല്ല കള്ളനാകാൻ ഇഷ്ടമാണ്. നല്ല കള്ളന് കർത്താവ് പറുദീസ വാഗ്ദാനം ചെയ്യുന്നു. ജീവിതത്തിൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കാം, ആ നല്ല കള്ളനെ പോലെ നമുക്ക് ജീവിക്കാം, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടണ്ടല്ലോ, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, വചനം പാലിക്കേണ്ട ആവശ്യമില്ല, അവസാനം ഞാൻ മാനസാന്തരപ്പെട്ടുകൊള്ളാം. അങ്ങനെ പറയുന്ന സഹോദര സഹോദരി, God has his own calendar about me, but he does not reveal to us. ദൈവത്തിന് എന്നെ കുറിച്ചൊരു കലണ്ടർ ഉണ്ട്. ദൈവത്തിന്റെ കലണ്ടർ, നമ്മളെ കുറിച്ചുള്ള കലണ്ടർ ഒരിക്കലും നമ്മൾ ആരും അറിയുന്നില്ല. അങ്ങനെ അറിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കുറവുകളെ കുറിച്ച് ഒന്ന് പശ്ചാത്തപിക്കാനുള്ള അവസരം കിട്ടുക? നല്ല കള്ളന് അവസാനത്തിൽ അവന് അവസരം ലഭിച്ചു. നമുക്കതിനുള്ള അവസരം കിട്ടാറുണ്ടോ? കിട്ടുമോ? ഒരുപക്ഷെ ഇത് എന്റെ അവസാനത്തെ വചന പ്രസംഗമാകാം. ഒരുപക്ഷെ ഇന്ന് ദേവാലയം വിട്ട് പുറത്തു പോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസാനത്തെ ബലിയാകാമിത്. നമുക്കാർക്കും അറിയില്ല എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുക എന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരുങ്ങിയിരിക്കുക, കല്ലറകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പമായിരിക്കാൻ വേണ്ടി നമ്മൾ ഏവരും ഒരുങ്ങിയിരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദര സഹോദരി, ഈ നവംബർ മാസത്തിൽ നമുക്ക് കല്ലറകൾ സന്ദർശിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാം. അത് ഒരു തീർത്ഥാടനമാണെന്ന് തിരിച്ചറിയുക. ആ തീർത്ഥാടന കേന്ദ്രമാകുന്ന സെമിത്തേരികളിൽ നമുക്ക് തിരികൾ തെളിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന് നമ്മളുടെ പ്രാർത്ഥനയാൽ ഈശോ അവർക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ.